ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സൺഡേ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എൻ്റെ സൺഡേ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എൻ്റെ സൺഡേ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോയ്ക്ക് ക്ലിയർ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് ആടിക്കളിക്കുന്നുണ്ട്, കറങ്ങി കളിക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കില്ല. എന്നും വയ്യെങ്കിലും കിടക്കാൻ പറ്റത്തില്ല, എന്നും പണിയെടുക്കണം. പെണ്ണായി ജനിക്കാതിരിക്കുക എന്നാണ് ഇപ്പം ഞാൻ പറയണത്. നമുക്ക് വയ്യെങ്കിലും കിടക്കാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. പാചകം. അപ്പോൾ ഇന്ന് എൻ്റെ പാചകം നിങ്ങളെ ഞാൻ കാണിക്കാം. ലഘുവായിട്ടുള്ളൊരു പാചകം, ലഘുവായിട്ട്. അപ്പോൾ ചിക്കൻ മെനഞ്ഞാന്ന് വാങ്ങി. നമ്മൾ ചിക്കൻ പിന്നീട് തോരനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്ന് ഓടി വരും കേട്ടോ. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരും. കുഞ്ഞെ ഇങ്ങോട്ട് നോക്കി, ആരാ നോക്കി. ഇവർക്കൊരു ഹായ് പറയൂ, ഒരു ഹായ് പറ. നിങ്ങൾ നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പറയൂ നിങ്ങൾ നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയമെന്ന് പറയൂ കുട്ടി. അപ്പം നമ്മൾ വേണ്ടേ മരിച്ചീനി മെനഞ്ഞാന്ന് വെച്ചതിൻ്റെ ബാക്കി, മെനഞ്ഞാന്ന് ചിക്കൻ തോരൻ വെച്ചതിൻ്റെ ബാക്കി ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചോറ് വെക്കണം, മരിച്ചിനി വെക്കണം, എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടണം. സൺഡേ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തള്ളണം. അപ്പോൾ അതുവേ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാന്നേ. വയ്യെന്ന് പറഞ്ഞാൽ കിടന്നാൽ നമ്മൾ വെളിയിലെ ഫുഡ് കഴിക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പാചകമൊക്കെ ചെയ്തതിന് ശേഷം എന്തൊക്കെ ചെയ്ത് മറിച്ചെന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പാചകം തുടങ്ങട്ടെ. നിങ്ങളുടെ അനുഗ്രഹത്തിൽ ഞാൻ പാചകം തുടങ്ങാൻ പോകുന്നു. നിങ്ങളെന്നെ അനുഗ്രഹിക്കുക. പാചകമൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ് കാണിച്ചു തരാം കേട്ടോ. പാചകമൊക്കെ റെഡിയായിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. ഡൈ അടിക്കാൻ നോക്കിയപ്പോൾ ഡൈ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി ഡൈ അടിക്കണം, കുളിക്കണം, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. അപ്പം നമ്മുടെ പാചകം എന്തൊക്കെയാണ് വെച്ചെന്ന് കാണിച്ചു തരാം. അരി തിളപ്പിച്ചിറക്കി വെച്ചേണ് കേട്ടോ. അരി ഇത്തിരി കൂടെ വേകാനുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കറികൾ വെച്ചെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളെ പാചകമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏത്തങ്കായ ഉണ്ടല്ലോ, ഏത്തങ്കായ എനിക്കിഷ്ടം കുറവാണ്. അപ്പോൾ അതിന് മോനും ചേട്ടനൊക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഔഷധ ഗുണമുള്ളതൊന്നും നമ്മൾ കഴിക്കാറില്ല. അപ്പം വാഴയ്ക്ക് ഏത്തങ്ക അത് തോരൻ വെച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ വെച്ച് അച്ചാറിരിപ്പുണ്ട്. പിന്നെ ചിക്കൻ കളറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഇതിൽ കളറൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ നമ്മൾ കറിക്കൊക്കെ കളറും കാര്യമൊക്കെ ഉണ്ട്. ചിലർ ഫോണിൽ കണ്ടിട്ട് പറയും കറിക്ക് കളറില്ലെന്ന്. അത്യാവശ്യം കളറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോണിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. നമ്മുടെ ഫോണിലൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നതാണ്. മെനഞ്ഞാന്നത്തെ മരിച്ചീനി മുറിച്ച് വെച്ചതിൻ്റെ ബാക്കി 2 മരിച്ചീനി നേരത്തെ നമ്മളെ വീഡിയോയിൽ കണ്ടല്ലോ, അതിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് കറി ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം കളറും കാര്യമൊക്കെ ഉണ്ട്. കാണുമ്പോൾ കളറില്ലാത്ത പോലെ തോന്നുന്നതാണ്. പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. ഇവിടെ ചോറും വെച്ചിട്ടുണ്ട്. നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. ചോറ്, പരിപ്പ് കറി, മരിച്ചീനി, ഏത്തങ്ക തോരൻ, മാങ്ങ അച്ചാർ, ചിക്കൻ ഉണ്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ കഴിക്കുന്നതും കൂടെ കാണിക്കാൻ പറ്റണേ കാണിക്കാം. നമ്മൾ വോയിസ് കുറച്ചാണ് പറയുന്നത്, കേൾക്കാമോ എന്തോ എനിക്കറിയില്ല, എന്തൊരു പാടോ എന്തോ. അപ്പോൾ കഴിക്കുന്നത് കാണിക്കാൻ പറ്റണമെങ്കിൽ അതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചോറെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചിരിക്കുന്ന വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2-3 മണിയായി കേട്ടോ. 3 മണിയൊക്കെ ആയി.
ഞാൻ ഡൈയൊക്കെ അടിച്ച് കേട്ടോ, ഡൈയൊക്കെ അടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടാണ് ചോറ് കഴിക്കുന്നത്. ചോറിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് വോയിസാണ് പിന്നീട് കൊടുക്കുന്നത് കേട്ടോ. ഒരു വട്ടം വോയിസ് കൊടുത്ത് പിന്നെ അന്നേരം ആരോ കയറി വന്ന് വോയിസ് കട്ട് ചെയ്ത് പിന്നെ വീണ്ടും വോയിസ് കൊടുത്ത്. ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല, എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. ഇന്നിപ്പോൾ വ്യാഴാഴ്ച എന്തോ ആയി. ഇന്നും ഇടാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്ലോഡ് ചെയ്തൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാൻ നോക്കട്ടെ. എന്തായാലും ഞാൻ വോയിസ് കൊടുത്ത് ഇതിനെ എഡിറ്റിങ്ങിനൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ലൈവ് വരുന്നതുകൊണ്ട് കറക്റ്റ് വീഡിയോസ് ഒന്നും നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നില്ല. കിട്ടുന്ന സമയമൊക്കെ ലൈവ് ഓടുന്നതുകൊണ്ട് വീഡിയോ ഒന്നും കറക്റ്റ് എത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ലൈവ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളും തിരക്കും കാര്യമൊക്കെയാണ്. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടാണ് വീഡിയോ കറക്റ്റ് എത്താത്തത്. വീഡിയോ എത്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. വീഡിയോ എത്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ വീഡിയോ കാണുന്നത് കണക്കാണ്. അപ്പം മരിച്ചിനിയും ചിക്കൻ കറിയും മാങ്ങ അച്ചാറും പിന്നെ ഇടും. ഞാൻ പേരിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടല്ലോ നമ്മുടെ ഇതുണ്ടല്ലോ ഏത്തങ്ക തോരൻ ഉണ്ടല്ലോ. തോരനെ എനിക്കിഷ്ടമില്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണുക. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്, കാണുന്നതും കാണാത്തതുമൊക്കെ നിങ്ങളെ ഇഷ്ടം. നമ്മളെ ജോലി തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.